പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കാസ്ലീഹ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ദിവസം യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയായിലെ എല്ലാ ഗ്രാമങ്ങളിൽ നിന്നും യൂദായിൽ നിന്നും ജെറുസലേമിൽ നിന്നും പരീസേരും നിയമാധ്യാപകരും അവിടെ വന്നുകൂടി. രോഗികളെ സുഖപ്പെടുത്താൻ കർത്താവിന്റെ ശക്തി അവനിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലർ ഒരു തളർവാദ രോഗിയെ കിടക്കയിൽ എടുത്തു കൊണ്ടുവന്നു. അവർ അവനെ അകത്ത് യേശുവിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പരിശ്രമിച്ചു. ജനക്കൂട്ട നിമിത്തം അത് സാധിക്കാത്തത് കൊണ്ട് അവർ പുരമുകളിൽ കയറി ഓടിളക്കി കിടക്കയോട് അവനെ യേശുവിന്റെ മുമ്പിലേക്ക് ഇറക്കി. അവരുടെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു, മനുഷ്യ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നിയമജ്ഞരും പരീശരും ചിന്തിച്ചു തുടങ്ങി, ദൈവദൂഷണം പറയുന്ന ഇവൻ ആര്? ദൈവത്തിനല്ലാതെ മറ്റാർക്കാണ് പാപങ്ങൾ ക്ഷമിക്കാൻ സാധിക്കുക? അവരുടെ വിചാരം മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഹൃദയത്തിൽ ചോദിക്കുന്നത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാവങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന് യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഉടനെ എല്ലാവരും കാണുകയെ അവൻ എഴുന്നേറ്റ് കിടക്കയും എടുത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. എല്ലാവരും വിസ്മയഭരിതരായി ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ സംഭ്രമത്തോടെ പറഞ്ഞു, അസാധാരണ സംഭവങ്ങൾ ഇന്ന് നാം കണ്ടിരിക്കുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പ്രിയ സഹോദരങ്ങളെ, നോമ്പിന്റെ 14-ാം ദിവസം വചനത്തിൽ ദൈവം ഇപ്രകാരം പറയുന്നു, തളർവാദ രോഗി സുഖപ്പെട്ടത് അത്ഭുതമെന്ന് പറഞ്ഞാൽ പോരെ? അപ്പോൾ പിന്നെ അസാധാരണ സംഭവം എന്താണ്? തളർവാദ രോഗിയെ ക്രിസ്തുവിന്റെ അടുത്തെത്തിക്കാൻ പുരമുകളിൽ കയറി ഓടിളക്കുന്നതാണ് അസാധാരണ സംഭവം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പേരില്ലാത്ത ചിലരാണ് ഈ സുവിശേഷത്തിലെ അസാധാരണ മനുഷ്യർ. ദൈവം മനുഷ്യ സംഗമത്തിന് തടസ്സം നിൽക്കുന്ന എന്തിനേയും ഇളക്കി മാറ്റാൻ കഴിയുന്ന അസാധാരണ മനുഷ്യരെ ഇന്നും ആവശ്യമുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദർഭത്തിലായിരിക്കുന്ന ഓരോ അസാധാരണ മനുഷ്യരെ പോലെ നാം ഓരോരുത്തരും മാറേണ്ടതാണ്. ഈ നോമ്പുകാലത്ത് ആ ഒരു സന്ദർഭത്തിൽ പ്രവർത്തിച്ച അസാധാരണ മനുഷ്യരെ പോലെ നമ്മളുടെ ചിന്താശേഷികളും മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമുക്ക് നോമ്പിലും പ്രാർത്ഥനയിലും, പ്രത്യേകിച്ച് ഇന്നത്തെ പരിശുദ്ധ ബലിയിലും ഒക്കെ ആയിരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.